കോടതികൾ ഉണ്ടായത് എന്തിന്? അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. ആൾക്കൂട്ട വിചാരണകൾ ഒഴിവാക്കാൻ. ആൾക്കൂട്ടം ഒന്നിച്ചു ചേർന്ന് വിധി പ്രസ്താവം നടത്തുകയും ഒരുപാട് നിരപരാധികൾ വധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് തടയിടാൻ വേണ്ടിയാണ് കോടതികൾ ഉണ്ടായത്. തെളിവുകൾ നിരത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ജഡ്ജി വിധി പ്രസ്താവിക്കുക. അപ്പോൾ അങ്ങനെ നീതി നിർവഹണ സംവിധാനങ്ങളുണ്ടായി. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ ഇന്ന് ഈ ആൾക്കൂട്ട വിചാരണ നടക്കുന്നത് മാധ്യമങ്ങളിലാണ്. മാധ്യമങ്ങൾ അജണ്ടകൾ നിശ്ചയിക്കുകയും ചിലരെ തെറ്റുകാരായി ചിത്രീകരിക്കുകയും ചെയ്യുകയാണ്. അവർ തെറ്റുകാരാണോ അല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടത് കോടതികളാണല്ലോ. അപ്പോൾ കോടതികൾ അങ്ങനെ വിധി പ്രസ്താവിച്ചിട്ട് വീണ്ടും ആ വിധികളെക്കുറിച്ച് ചർച്ച നടത്തുകയും അത് തെറ്റാണ് എന്ന് പറയുകയും ജഡ്ജിയെ അപഹസിക്കുകയൊക്കെ ചെയ്യുന്ന രീതി വന്നാൽ വീണ്ടും ആ പഴയ അപരിഷ്കൃതമായ കാലത്താണ് നമ്മൾ എന്നല്ലേ അതിൻ്റെ സൂചന. ഇത് ഈ വിധിയിൽ എന്തെങ്കിലും അപര്യാപ്തതകൾ ഉണ്ടെങ്കിൽ മേൽക്കോടതികളെ അഭയം പ്രാപിക്കുകയല്ലേ ചെയ്യേണ്ടത്.